ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഇഡ്ഡലി ഉണ്ടാക്കിയാലോ. അപ്പോൾ അത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന നല്ല പച്ചരി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇരിക്കും അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ പച്ചരി, ചോറ്, ഉഴുന്ന് പരിപ്പ് ഇതെല്ലാം കൂടിയിട്ട് ഒരു 6 മണിക്കൂർ നേരം നന്നായിട്ട് കുതിർത്തെടുക്കണം കേട്ടോ, കഴുകിയതിന് ശേഷം. എന്നിട്ട് ആ വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അത് കുതിർത്ത വെള്ളത്തിൽ ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ടിത് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇത് അടുത്ത ദിവസം നമ്മൾ തുറന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സാക്കി കൊടുക്കും, നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ 1 കപ്പ് പച്ചരിയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലോട്ട് നമ്മൾ 1/2 കപ്പളവിൽ ചോറും 1/4 കപ്പളവിൽ ഉഴുന്ന് പരിപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ് കുതിർക്കാനായിട്ട് വെക്കേണ്ടത്. അപ്പോൾ ഇത് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നേരം വെക്കുന്നുണ്ട്, വിറകടുപ്പിലല്ലേ. അപ്പോൾ അത് കഴിഞ്ഞൊന്ന് ചൂടാറാനായിട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. ചൂടാറി കഴിഞ്ഞാൽ നമുക്കിത് ഇതിൽ നിന്ന് ഇതുപോലെ മാറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള റെസിപ്പിക്ക് ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ.